ചിലരുടെയൊക്കെ സഹനം കാണുമ്പോൾ ദൈവമേ, ഞാൻ ആലോചിക്കുന്നുണ്ട് ഇവരുടെ ഭാഗത്ത് ഞാൻ വല്ലതായിരുന്നു നമ്മൾ പണ്ടേ മണ്ണിനടിയിൽ പോയനെ, പണ്ടേ തീർന്നു പോയത്. എന്തൊരു സഹനമാ! ഇന്നോളം സന്തോഷിക്കാനുള്ള ഒരു കാരണം അവരുടെ ജീവിതത്തിലില്ല. ഇനി നാളെയിലേക്ക് നോക്കിയാലോ, അവിടെയില്ല. നമുക്കൊരു പ്രതീക്ഷ പ്രത്യാശ എന്നൊക്കെ പറയുന്നത് ഇന്നിപ്പോ സഹനമാണ്, വേദനയാണ്, മക്കളൊക്കെ വളർന്നു വരികയാണ്. എന്നിട്ട് നമ്മൾ പറയും മക്കളൊക്കെ വളർന്ന് വലുതായി കഴിയുമ്പോൾ എല്ലാം മാറും അല്ലെ. ചിലർ പറയും മക്കളൊക്കെ വളർന്ന് അവരൊക്കെ സെറ്റിലായി കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറുന്നേ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. എന്ത്? മക്കളൊക്കെ ശരിയായി കഴിയുമ്പോൾ എല്ലാം മാറുന്നു. സഹോദരി പറഞ്ഞു, എൻ്റെ അച്ഛാ, ജീവിത പങ്കാളി കെട്ടിക്കേറി അന്ന് മുതലുള്ള മദ്യപാനം, കുടുംബത്തില് ഇത്രയും വർഷം പുള്ളി അധ്വാനിച്ചിട്ട് 1 രൂപയുടെ ഗുണം വീട്ടിലുണ്ടായിട്ടില്ല. 1 രൂപയുടെ ഗുണം. ഈ സഹോദരി വീട്ടുവേലയ്ക്കും മറ്റിടത്തൊക്കെ പോയി ഇങ്ങനെ പണിയെടുത്താണ് 2 മക്കളെ വളർത്തി വലുതാക്കിയത്. 2 ആൺമക്കള്. ആൺമക്കളായതിന്റെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇതുങ്ങളെ കെട്ടിക്കാനായിട്ട് വേറെ കാശൊന്നും കൂട്ടി വെക്കണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത. പക്ഷേ വളർന്നു അപ്പോൾ ഈ ഭർത്താവിന്റെ മദ്യപാനം ഇത് കാണുമ്പോൾ എല്ലാവരും ആശ്വസിപ്പിക്കായിരുന്നു, മക്കൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും, 2 ആൺമക്കളാണല്ലോ, അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും എന്ന്. 17 വയസ്സ് പ്രായമുള്ളപ്പോ ഇളയവനെ കഞ്ചാവ് കേസിന് പിടിച്ചു. 17 വയസ്സ്, പോലീസ് വീട്ടിൽ വന്നേക്കും. 2 അപ്പനേക്കാളും മുന്തിയ വഴിക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 പേരും അപ്പന്റെ അതേ പാത, അതിനേക്കാളും അല്ലെ. പണ്ടൊക്കെ അപ്പൻ കള്ളാണ് കുടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ മക്കള് നല്ല കഞ്ചാവ് പോലത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം. ഞാൻ പറയാം, അച്ഛാ, ജീവിത പങ്കാളിയിൽ നിന്ന് ഒരല്പം സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് ഇന്നോളം കിട്ടിയിട്ടില്ല. മക്കളിൽ നിന്നും കിട്ടുമെന്ന് വിചാരിച്ച ഇക്കാലം അത്രയും ഈ കഷ്ടപ്പാടും ദാരിദ്ര്യവും പട്ടിണിയും കടന്ന് മക്കളെ വളർത്തി വലുതാക്കി വന്നപ്പോ ഇപ്പോ ഈ മക്കള് കാരണം വീട്ടിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി അമ്മച്ചിക്ക് എന്നാ പ്രതീക്ഷിക്കാനുള്ളേ? ഇനി എന്നാ സ്വപ്നം കാണാനുള്ളേ? ഇനി എന്നാ ഉള്ളേ? അല്ലെ, നമുക്കൊക്കെ പ്രതീക്ഷ പ്രത്യാശ, നമുക്ക് മുന്നിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് സംഭവിക്കും എന്നുള്ള ഒരു മനസ്സിന്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ ഒരു കോണിലുള്ളപ്പോ ഓക്കെ, ഇന്നിപ്പോ സഹനമാണെങ്കിലും സങ്കടമാണെങ്കിലും വേദനയാണെങ്കിലും കുഴപ്പമില്ല. നാളെയിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ നന്മ കാണാൻ പറ്റുമോ നമ്മൾ വിചാരിക്കും, ഓക്കെ ഇന്നിപ്പോ സഹിച്ചേക്കാം, നാളെ സന്തോഷിക്കാനുള്ള കാരണം ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാം. ഇന്നും നാളെയിലേക്ക് നോക്കുമ്പോൾ നാളെയിലും സന്തോഷിക്കാൻ ഒരു കാരണമില്ലെങ്കിലോ എന്തൊരു ഭാരമായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷത്തിലൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യം, നാളെയിലേക്ക് നോക്കുമ്പോൾ നമ്മളില്ലേ നിത്യമായ നാളെയിലേക്ക് നോക്കാൻ പറ്റണം. ഒരു ഇറ്റേണൽ ടുമാറോ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൂടെ വസിക്കുന്ന ഒരു നാളെയുണ്ട്. ഈ ലോക ജീവിതത്തിന് ശേഷം തമ്പുരാന്റെ മടിയിലായിരിക്കുന്ന ഒരു നാളെയുണ്ട്. അതും നാളെയാണല്ലോ. ആ നാളെയിലേക്ക് ഉറ്റുനോക്കിയാൽ മാത്രമേ ഒരു വിശ്വാസിക്ക് തന്റെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ ഭർത്താവ് പോയാലും മക്കൾ നഷ്ടപ്പെട്ടാലും കുടുംബത്തിലും കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ എപ്പോഴും തിക്താനുഭവങ്ങൾ മാത്രം ഏറ്റെടുക്കേണ്ടി വന്നാലും, മരണം വരെ പീഡിപ്പിക്കപ്പെടേണ്ടി വന്നാലും മെച്ചപ്പെട്ട പുനരുത്ഥാനത്തിന് വേണ്ടി അവയെല്ലാം സഹിക്കാൻ തയ്യാറായെന്ന് വചനം എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. മെച്ചപ്പെട്ട പുനരുത്ഥാനം മനസ്സിൽ കണ്ടെത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി ശ്രദ്ധിച്ചു കേട്ടോ, ഇനിയുള്ള വാക്കുകൾ ഹൃദയത്തിൽ എഴുതിയിടേണ്ട കാര്യങ്ങളാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൊരുതി നിന്നോളാനാ പറയുന്നത്, പൊരുതിക്കോളാനാ പറയുന്നത്. മനസ്സിന്റെ ധൈര്യവും ആത്മാവിന്റെ ധൈര്യവും ഒന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. പൊരുതുക, യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത്. വിശ്വാസ ജീവിതത്തിൽ യുദ്ധം ചെയ്യുക. പൗലോസ് പറഞ്ഞു, നന്നായി പൊരുതി എന്റെ വിശ്വാസം ഞാൻ കാത്തു എന്ന് പറയുന്ന പോലെ നമ്മുടെ ആത്മധൈര്യം ഉണ്ടല്ലോ, അത് നശിപ്പിച്ച് കളയരുത്, പൊരുതിക്കൊള്ളാന്നാ പറയുന്നത്. ഹല്ലേലൂയ. ശരീരമൊക്കെ ക്ഷയിക്കാൻ തുടങ്ങി, മനസ്സൊക്കെ അങ്ങോട്ട് പഴയ ബലമൊന്നും ഇല്ലാത്ത അവസ്ഥ, എപ്പോഴും ആത്മാവിൽ നമ്മൾ പൊരുതി നിന്നോളാനാണ് വചനം പറയുക. കാരണം എന്താ? അതിന് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. കണ്ടോ, അതിന് വലിയ പ്രതിഫലം ലഭിക്കും. അപ്പൊ പ്രതിഫലം ഓൾറെഡി നൽകപ്പെട്ട പ്രതിഫലം, അതിലേക്ക് ഉറ്റുനോക്കി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ആത്മധൈര്യം നമ്മൾ നശിപ്പിച്ച്, ധൈര്യം പോയാൽ പോയി, എല്ലാം പോയി അല്ലേ. ചിലരൊക്കെ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നതിന് കാരണം എന്താ?
മനസ്സിന്റെ ധൈര്യം പോയി, പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. ചില അനുഭവങ്ങൾ എങ്ങനെ നേരിടണമെന്ന് അറിയില്ല, ചില ജീവിത സാഹചര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. അച്ഛാ കടബാധ്യതയാണ്, അല്ലെ, ജപ്തി നോട്ടീസ് വീട്ടിൽ വന്നു, അതുകൊണ്ട് ഇനിയിപ്പോ എന്നാ ചെയ്യണമെന്ന് അറിയില്ല, ഞങ്ങൾ കൊടുക്കാനൊന്നുമില്ല. വിറ്റുപറക്കി കൊടുക്കാൻ പറമ്പോ സ്ഥലം ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് വീട്ടാന്ന് വിചാരിക്കും, അതൊന്നുമില്ല. അടുത്ത ഓപ്ഷൻ എന്താ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാന്നുള്ള ഓപ്ഷനുള്ളൂ. എല്ലാവരും കൂടിയും വീട്ടിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അനുഭവിക്കുന്ന ഒരു ഭാരം ഉണ്ടല്ലോ, അത് താങ്ങാൻ പറ്റിയല്ല അച്ഛാ, അത് താങ്ങാൻ പറ്റിയല്ല. അപ്പൊ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ചില ജീവിതങ്ങൾ ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോകും, ചോർന്നു പോകും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്, നശിപ്പിച്ച് കളയരുത്. അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. യേശുക്രിസ്തു കാൽവരി കുരിശിൽ നമുക്കായി നേടിത്തന്ന നിത്യരക്ഷയുണ്ടല്ലോ, നിത്യസമ്മാനമുണ്ടല്ലോ, ആ പ്രതിഫലത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് വേണം ഇന്നിന്റെ സഹനങ്ങളെ ഏറ്റെടുക്കാനെന്ന എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ എല്ലാവരും ബൈഹാർട്ട് ചെയ്തിട്ടേ പോകാവൂ ഈ വചനം. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 36-ാമത്തെ തിരുവചനം. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം നിത്യസമ്മാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. സഹനശക്തി കൂടിയേ തീരും. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ഇതിനു വേണ്ടി നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കണം. കർത്താവെ സഹിക്കാനുള്ള, ഇത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവേ ഈ കെട്ടിയോന്റെ മദ്യപാനം മാറ്റിത്തരണേ എന്നല്ല, ഇനി മാറ്റിയിട്ട് തമ്പുരാനെ ഈ കെട്ടിയോനെ സഹിക്കാനുള്ള, കർത്താവെ ഈ ഭാര്യയുടെ ദുസ്വഭാവം മാറ്റിത്തരണേ എന്നുള്ളത് നിർത്തിയിട്ട് ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവെ ഈ ഭാര്യയെ സഹിക്കാനുള്ള ശക്തി തരണം. കർത്താവ് ഈ മക്കളുടെ ഈ വഴിവിട്ട ജീവിതം ഉണ്ടല്ലോ, അനുസരണക്കേട്, ഒരു വിധത്തിലും പറഞ്ഞാൽ അനുസരിക്കും, ഇവരുടെ മാറ്റം നമ്മൾ മാറാൻ പ്രാർത്ഥിക്കേണ്ടെന്നല്ലേ പറയുന്നത്. പക്ഷേ അത് നിങ്ങൾ പ്രാർത്ഥിച്ചു, പക്ഷെ ആദ്യം പ്രാർത്ഥിക്കേണ്ട കാര്യം പറയുന്നത്, അത് കഴിഞ്ഞിട്ട് മറ്റേത് പ്രാർത്ഥിച്ചാൽ മതി. എന്ത്? ആദ്യം നമുക്ക് വേണ്ട ഒരു കാര്യം, നമ്മളിൽ സംഭവിക്കേണ്ട ഒരു കാര്യം, അതാണ് കർത്താവെ ഇതിനെ സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണേ. കാരണം എന്താണെന്നറിയോ, ചിലപ്പോ നമ്മൾ പറയുമല്ലോ, എൻ്റെ അച്ഛാ കുറേ നാള് ഞാൻ പ്രാർത്ഥിച്ചു, എന്നിട്ടും ഏത് വിഷയത്തിനാണോ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതൊരു മാറ്റമില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നത്. അപ്പൊ എന്തു പറ്റും? ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കാതെ വരും, നമ്മുടെ ബലമൊക്കെ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കേണ്ടെന്നാണെന്നറിയാമോ? ദൈവമേ എന്ത് ചെയ്യണം? എനിക്ക് സഹനശക്തി തരണേ, ദൈവമേ എനിക്ക് സഹിക്കാനുള്ള ശക്തി തരണേ. ഇത് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, നിരന്തരം പ്രാർത്ഥിക്കേണ്ട, നമ്മുടെ പ്രാർത്ഥന പുസ്തകത്തിലൊക്കെ എഴുതിയിട്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ദൈവമേ നിന്റെ വാഗ്ദാനം പ്രാപിക്കാൻ എനിക്ക് സഹനശക്തി തരണേ, സഹനശക്തി തരണേ, സഹിക്കാനുള്ള ശക്തി തരണേ. ഹല്ലേലൂയ. അപ്പൊ നാളെ മുതൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയാണ്. രാത്രിയേക്കാളും നല്ലത് രാവിലെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കാം, തമ്പുരാനെ ഇന്ന് എൻ്റെ ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, സമൂഹത്തിൽ നിന്നും, മറ്റുള്ളവരും എവിടെ നിന്നൊക്കെ സഹനം വരുന്നോ അതെല്ലാം സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണേ. പിന്നെ കുഴപ്പമൊന്നുമില്ല, കർത്താവ് ശക്തി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, പ്രാർത്ഥിച്ചാൽ മതി, നമ്മൾ തമ്പുരാൻ തരും അല്ലേ. നമുക്കൊരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത ഒരു പ്രലോഭനം കർത്താവ് തരില്ല. ഒരു സഹനം തരുമ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റാത്ത ഒരു സഹനം തമ്പുരാൻ നമുക്ക് തരില്ല. നമുക്ക് പറ്റുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആ സഹനം നമുക്ക് തന്നേക്കുന്നത് കേട്ടോ. ചില അച്ഛാ എന്തിനാണ് ഇത് തന്നെ, ഇതിനെ തന്നെ എനിക്ക് തന്നെ, ഇതിനെ നിനക്ക് തന്നത്, ഇതിനെ നിനക്ക് സഹിക്കാൻ പറ്റുമെന്ന് തമ്പുരാൻ അറിയാവുന്നതുകൊണ്ടാണ്, അതുകൊണ്ട് ഇതിനെ തന്നെ തന്നെ, അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും തരുമായിരുന്നില്ലേ? അതുകൊണ്ട് പേടിക്കണം, അതിനെ തന്നെ. പക്ഷെ നീ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇതിനെ സഹിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. നമ്മൾ ഏതായാലും സഹിക്കണം. ഒരായുസ് ഏതുവരെ ഏതറ്റം വരെ സഹിക്കണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല, നമ്മളെല്ലാം സഹിക്കണം. ജീവിതത്തിന്റെ പല ജീവിത സഹനങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. ഇപ്പൊ എനിക്കുള്ള സഹനം ആകണമെന്നില്ല നിങ്ങൾക്കുള്ള സഹനം, ഞാൻ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിന്റെ ഭാരമാകണമെന്നില്ല നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാരം. പക്ഷെ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ സഹനമുണ്ട്. പക്ഷെ നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ ഈ പ്രശ്നത്തിൽ പിടിച്ചു നിൽക്കാനുള്ള സഹനത്തിന്റെ ശക്തി, ആ സഹന ശക്തി എനിക്ക് താ, ആ
അതാണ് നമ്മൾ ഒരു സഹനം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചെടുക്കുന്ന തന്നെ സഹനശക്തി തരണേ എന്നാ പ്രാർത്ഥിക്കുന്നത്. ഇത് സഹിക്കാനുള്ള ശക്തി തരണേ എന്ന് പറയാം. അല്ലാതെ ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചെയ്യലേ. ദൈവമേ ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ, ഈ സഹനത്തെ അതിജീവിക്കാനുള്ള ശക്തി എനിക്ക് തരണേ. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇതാണ് നമ്മുടെ പ്രാർത്ഥന വിഷയം അല്ലേ. ഒരു പ്രശ്നം വരുമ്പോ, ഒരു സഹനം വരുമ്പോ, ഒരു വേദന വരുമ്പോ നമ്മുടെ എപ്പോഴും പ്രാർത്ഥന നമ്മൾ എളുപ്പ വഴിയാ നോക്കുന്നത് അല്ലേ. നമ്മൾ ഈസി വഴിയാ നോക്കുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലും സഹനം മാറ്റിത്തരണേ, എങ്ങനെയെങ്കിലും സഹനം മാറ്റിത്തരണേ എന്നാ പ്രാർത്ഥിക്കുന്നത് അല്ലേ. അത് നിർത്തിയിട്ട് കർത്താവിന്റെ കുരിശിലേക്ക് നോക്കിയിട്ട് പറയണം, ദൈവമേ നീ സഹിച്ചതുപോലെ സഹിക്കാനുള്ള സഹനശക്തി എനിക്ക് ഇത് തരണേ. ഈശോയ്ക്ക് വേണമെങ്കിൽ കുരിശ് മാറ്റായിരുന്നു അല്ലെ, ഒഴിവാക്കാമായിരുന്നു. മാനുഷികമായ വേദനയിൽ കർത്താവ് ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണേ എന്നൊക്കെ പ്രാർത്ഥിച്ചതാ കർത്താവ്. പക്ഷേ മുന്നോട്ട് പോകാനുള്ള കരുത്തിന് വേണ്ടി ഈശോ പറഞ്ഞു, അപ്പാ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യുന്നറിയാവോ, സ്വർഗത്തിൽ നിന്നും ദൂതനിറങ്ങി കർത്താവിനെ ശുശ്രൂഷിച്ചു. കണ്ടോ, ബലം നൽകി, കർത്താവിനെ ബലപ്പെടുത്തി. എന്തിനാ? സഹനശക്തി നൽകി എന്നുള്ളത് അതിനർത്ഥം. സ്വർഗത്തിൽ നിന്നും ദൂതൻ ഇറങ്ങി കർത്താവിന് ബലം നൽകി, ശക്തി നൽകി, സഹായിച്ചു, ശുശ്രൂഷിച്ചു. എന്തിനാ? നാളെ എടുക്കാൻ പോകുന്ന സഹനം ഉണ്ടല്ലോ, കുരിശുണ്ടല്ലോ, അത് വഹിക്കാനുള്ള ശക്തി. ആ ശക്തിക്ക് വേണ്ടിയിട്ടാ ഗത്സമനിൽ ഈശോ പ്രാർത്ഥിച്ചത്. ആ ശക്തിയാണ് സമർപ്പണത്തിലൂടെ യേശു സ്വന്തമാക്കിയത്. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോ യേശുവിന്റെ മേൽ വ്യാപരിച്ച ശക്തി എന്ന് പറയുന്നത് പിറ്റേ ദിവസം എടുക്കാനുള്ള കുരിശിന്റെ ആ സഹനം എടുക്കാനുള്ള ശക്തിയാ ഈശോ സ്വീകരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായ 10:36 എന്നതാ? എബ്രായ 10:36 എന്നതാ? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു അല്ലെ. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി, അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റണമെങ്കിൽ സഹനശക്തി ഇല്ലാതെ പറ്റില്ല. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുമ്പോഴാണ് അവന്റെ വാഗ്ദാനം നമ്മൾ പ്രാപിക്കുന്നത്. അത് പ്രാപിക്കണമെങ്കിൽ സഹനശക്തി കൂടിയേ തീരൂ. സന്തോഷായില്ലേ? വീട്ടിലിരുന്നാ മതിയായിരുന്നല്ലേ. അപ്പോ ഇനിയിപ്പോ പ്രാർത്ഥിക്കും, ഇതും കൂടി അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ സഹനശക്തി തരണേ, സഹിക്കാനുള്ള ശക്തി തരണേ എന്ന്.